എല്ലാ കൂട്ടുകാർക്കും സ്മാർട്ട് ക്ലാസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LD ക്ലർക്ക് 2024 എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സീരീസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദേശീയ ജലപാതകളെ കുറിച്ചിട്ടാണ്. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇന്ത്യയിലെ ജലഗതാഗതം നദികൾ, കനാലുകൾ, കായലുകൾ തുടങ്ങിയവ ഉൾപ്പെടെ 14,500 കിലോമീറ്റർ ഉൾനാടൻ ജലഗതാഗത മാർഗങ്ങൾ ഇന്ത്യയിലുണ്ട്. ഉൾനാടൻ ജലഗതാഗതത്തിലൂടെ ഏതാണ്ട് 4.4 കോടി ടൺ ചരക്ക് ഇന്ത്യയിൽ നീക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഉൾനാടൻ ജലഗതാഗതത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഉൾനാടൻ ജലഗതാഗതത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. ഇത് നിലവിൽ വന്നത് 1986 ഒക്ടോബർ 27-നാണ്. IWAI അല്ലെങ്കിൽ ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വരാൻ കാരണമായ ആക്ട് ആണ് ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട്. ഇത് 1985-ലാണ്. ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മുഖ്യ കാര്യാലയം ഉത്തർപ്രദേശിലെ നോയിഡയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഉത്തർപ്രദേശിലെ നോയിഡയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മേഖലാ കാര്യാലയങ്ങൾ കൊൽക്കത്തയിലും ഗുവാഹത്തിയിലും പാറ്റ്നയിലും കൊച്ചിയിലും സ്ഥിതി ചെയ്യുന്നു. നിലവിൽ അലഹബാദ്, വാരണാസി, ബഗൽപൂർ, ഫറോക്ക്, കൊല്ലം എന്നിവിടങ്ങളിൽ സബ് ഓഫീസുകൾ ഉണ്ട്. കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗത പാതയുടെ ദൈർഘ്യം 1687 കിലോമീറ്റർ ആണ്. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ആസ്ഥാനം എവിടെ? ആലപ്പുഴയിലാണ് ഇതിന്റെ ആസ്ഥാനം. 1968-ൽ ഇത് സ്ഥാപിതമായി. ഇനി നമുക്ക് ജലഗതാഗതം കൊണ്ടുള്ള പ്രയോജനങ്ങൾ അല്ലെങ്കിൽ മേന്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വൻതോതിലുള്ള ചരക്കു ഗതാഗതത്തിന് ഏറ്റവും യോജിച്ച മാർഗമാണ് ജലഗതാഗതം. ജലഗതാഗതത്തിന്റെ പൊതുവായ മേന്മകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് ജലഗതാഗതം. ഇത് പ്രീവിയസ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് ജലഗതാഗതം. രണ്ടാമത്തേത്, വൻതോതിലുള്ള ചരക്കു ഗതാഗതത്തിന് ഉചിതം. മൂന്നാമത്തേത്, പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകുന്നില്ല. 4, അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിച്ചത്. അടുത്തത്, ജലഗതാഗതത്തെ പൊതുവെ രണ്ടായി തരംതിരിക്കാം. അതേതൊക്കെയാണ്? ഉൾനാടൻ ജലഗതാഗതമെന്നും സമുദ്ര ജലഗതാഗതമെന്നും. ആദ്യം നമുക്ക് ഉൾനാടൻ ജലഗതാഗതം എന്താണെന്ന് നോക്കാം. നദികൾ, കായലുകൾ, കനാലുകൾ തുടങ്ങിയ ജലാശയങ്ങളിലൂടെയുള്ള ജലഗതാഗതത്തെയാണ് ഉൾനാടൻ ജലഗതാഗതം എന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് പ്രയോജനകരമാകുന്ന കുറച്ച് ജലാശയങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗംഗ, ബ്രഹ്മപുത്ര നദികളും പോഷക നദികളും. അടുത്തത് ഗോദാവരി, കൃഷ്ണ നദികളും പോഷക നദികളും. അടുത്തത് ആന്ധ്ര, തമിഴ്നാട് പ്രദേശത്തെ ബക്കിംഗ്ഹാം കനാൽ. അടുത്തത് ഗോവയിലെ മണ്ഡോവി, സുവാരി നദികൾ. അടുത്തത് കേരളത്തിലെ കായലുകൾ. ഇനി നമുക്ക് ജലഗതാഗതവുമായി ബന്ധപ്പെട്ട് കുറച്ച് ആസ്ഥാനങ്ങൾ പഠിക്കാനുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ IWAI. ഇതിന്റെ ആസ്ഥാനം എവിടെ? നോയിഡ. ഉത്തർപ്രദേശിലെ നോയിഡയിലാണ് ഇതിന്റെ ആസ്ഥാനം. ഇത് സ്ഥാപിതമായത് 1986. അടുത്തത്, കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയാണ്. ഇത് സ്ഥാപിതമായത് 1968. നോയിഡയിലെ എന്നാ 86, അത് തിരിച്ചിട്ടാൽ മതി അല്ലേ. 86 തിരിച്ചിട്ടാൽ 68 കിട്ടും. ആലപ്പുഴ എന്ന സ്ഥാപിതമായത് 1968. അടുത്തത്, സെൻട്രൽ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇതെവിടെയാണ്? കൊൽക്കത്ത. കോർപ്പറേഷൻ കൊൽക്കത്ത. കോർപ്പറേഷൻ കൊൽക്കത്ത. ഇത് സ്ഥാപിതമായതെന്നാ 1967. ദേശീയ ഉൾനാടൻ ജലഗതാഗത ഇൻസ്റ്റിറ്റ്യൂട്ട്
ഗുൽസാർബാഗ്. ഇത് പാട്നയിലാണ്. ഇത് 2004 സ്ഥാപിതമായി. പാട്ന എവിടാ? ബീഹാർ. ബീഹാറിലാണ് പാട്ന. പാട്നയിലെ ഗുൽസാർബാഗ്. ഇനി നമുക്ക് ദേശീയ ജലപാതകളെ കുറിച്ച് നോക്കാം. ദേശീയ ജലപാതകൾ 2016 ദേശീയ ജലപാത നിയമം അനുസരിച്ച് ഉൾനാടൻ ജലഗതാഗത ആവശ്യങ്ങൾക്കായി ഇന്ത്യയിൽ 111 ഔദ്യോഗികമായി വിജ്ഞാപനം ചെയ്യപ്പെട്ട ദേശീയ ജലപാതകൾ ഉണ്ട്. അപ്പോൾ ടോട്ടൽ ജലപാതകൾ എത്ര? 111. 111 MW അല്ല, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. NW ആണ്, നാഷണൽ വാട്ടർവേസ്. 111 നാഷണൽ വാട്ടർവേസുകളിൽ 106 എണ്ണം 2016 വിജ്ഞാനം ചെയ്യപ്പെട്ടവയാണ്. ഇന്ത്യയിലെ ആകെ ദേശീയ ജലപാതകൾ 111 എണ്ണമാണ്. ഇതിൽ ഇപ്പോൾ പ്രവർത്തനക്ഷമമായ ജലപാതകൾ ഏതൊക്കെയാണെന്ന് നമ്മൾക്ക് ഈ മാപ്പിൽ നിന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തേത് ദേശീയ ജലപാത 1 NW1. ഇത് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി നദികളിലൂടെ ഉത്തർപ്രദേശിലെ അലഹബാദിനെയും പശ്ചിമ ബംഗാളിലെ ഹാൽഡിയയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജലപാതയാണ് ദേശീയ ജലപാത 1. ഇത് ഏതൊക്കെ നദികളിലൂടെയാണ്? ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി. ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഉത്തർപ്രദേശിലെ അലഹബാദ്. അലഹബാദിന്റെ പുതിയ പേരെന്താണ്? പ്രയാഗ്രാജ്. പ്രയാഗ്രാജിനെയും പശ്ചിമ ബംഗാളിലെ ഹാൽഡിയയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാതയാണ് NW1. 1986 ഒക്ടോബറിലാണ് ഒരു ദേശീയ ജലപാതയായി ഈ ഗതാഗത മാർഗത്തെ ഉയർത്തിയത്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാതയാണ് അലഹബാദ് ഹാൽഡിയ. ഉദ്ദേശം 1620 കിലോമീറ്റർ നീളം ഈ ജലപാതയ്ക്കുണ്ട്. അടുത്തത് ദേശീയ ജലപാത 2 NW2. ബ്രഹ്മപുത്ര നദിയിൽ അസമിലെ സാദിയ, ബംഗ്ലാദേശുമായുള്ള ഇന്ത്യയുടെ അതിർത്തിക്കടുത്തുള്ള ധുബ്രി എന്നീ സ്ഥലങ്ങളെ ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്നു. അന്നേരം ദേശീയ ജലപാത 2 ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ബ്രഹ്മപുത്ര നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? സാദിയയെയും ധുബ്രിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. സാദിയ, ധുബ്രി. ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് സാദിയ, ധുബ്രി. ധുബ്രി എന്ന് പറയുന്നത് ഇന്ത്യയും ബംഗ്ലാദേശുമായുള്ള അതിർത്തിക്കടുത്തുള്ള ഒരു സ്ഥലമാണ് ധുബ്രി. 891 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. 1988 സെപ്റ്റംബർ 1 ഈ ജലപാതയെ ദേശീയ ജലപാതയായി ഉയർത്തിയത്. ആദ്യത്തേത് 86 ആയിരുന്നു അല്ലെ. 1986 ദേശീയ ജലപാത 1. 1988 ദേശീയ ജലപാത 2. അടുത്ത വളരെ പ്രധാനപ്പെട്ട ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത 3 NW3. 1993 ഫെബ്രുവരിയിലാണ് ഈ ദേശീയ ജലപാത 3 പ്രഖ്യാപിക്കപ്പെട്ടത്. ഈ ജലപാത കേരളത്തിലാണ് വെസ്റ്റ് കോസ്റ്റ് കനാലിന്റെ കൊല്ലം കോട്ടപ്പുറം പാതയും ചമ്പക്കര ഉദ്യോഗമണ്ഡൽ കനാലുകളും ഉൾപ്പെടെ 205 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. ആലുവ, വൈക്കം, കായംകുളം, കോട്ടപ്പുറം, മാറാട്, ചേർത്തല, തൃക്കുന്നപ്പുഴ, കൊല്ലം, ആലപ്പുഴ എന്നീ സ്ഥലങ്ങൾ കനാല് വഴി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ദേശീയ ജലപാത 3 എന്നാണ് പ്രഖ്യാപിക്കപ്പെട്ടത്? 1993. രണ്ടിടത്ത് 3 ഉണ്ടല്ലേ, അങ്ങനെ കണക്ട് ചെയ്യാൻ. ദേശീയ ജലപാത 3 1993. ഇത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കൊല്ലം, കോട്ടപ്പുറം. ഇപ്പൊ കോട്ടപ്പുറം അല്ല, ഇപ്പം ഇത് കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ട്. അന്നേരം ദേശീയ ജലപാത ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കൊല്ലം, കോഴിക്കോട്. അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് പറയുന്നത് ഏതാണ്? ദേശീയ ജലപാത 3 വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ ദേശീയ ജലപാത 3 പകരം നമ്മൾക്ക് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് വേണമെങ്കിലും തരാം. അടുത്തത് ദേശീയ ജലപാത 4 NW4. 2008 ഒക്ടോബറിലാണ് ദേശീയ ജലപാത 4 പ്രഖ്യാപിക്കപ്പെട്ടത്. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗോദാവരി, കൃഷ്ണ നദികളിലൂടെ ആന്ധ്രയിലെ കാക്കിനാഡ, പുതുച്ചേരി എന്നീ സ്ഥലങ്ങളെയാണ്
ദേശീയ ജലപാത 4 ബന്ധിപ്പിക്കുന്നത്. ഇതിന്റെ ഏകദേശ നീളം എന്ന് പറയുന്നത് 1095 കിലോമീറ്റർ ആണ്. ദേശീയ ജലപാത 5 NW5 ബ്രാഹ്മണി മഹാനദി ഡെൽറ്റകളെ ബന്ധിപ്പിക്കുന്ന ഈസ്റ്റ് കോസ്റ്റ് കനാലിലൂടെയുള്ള 623 കിലോമീറ്റർ താൾച്ചർ മുതൽ ധംറ വരെയുള്ള സഞ്ചാരമാർഗത്തെയാണ് ദേശീയ ജലപാത 5 എന്ന് പറയുന്നത്. ഇത് 2008 നവംബറിലാണ് ദേശീയ ജലപാത 5 ആക്കി ഉയർത്തിയത്. ദേശീയ ജലപാത 5ന്റെ മറ്റൊരു പേരെന്താണ്? ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് പറയുന്നു. അപ്പോൾ വെസ്റ്റ് കോസ്റ്റ് കനാൽ ഏതാ? നമ്മളുടെ കേരളത്തിലൂടെയുള്ള ദേശീയ ജലപാത 3. മാറിപ്പോവരുത് രണ്ടും കൂടെ. വെസ്റ്റ് കോസ്റ്റ് കനാൽ ദേശീയപാത 3 കൊല്ലം മുതൽ കോഴിക്കോട് വരെയും ദേശീയ ജലപാത 5 ആണ് ഈസ്റ്റ് കോസ്റ്റ് കനാൽ. ഇത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ എവിടെയാണ്? താൾച്ചർ മുതൽ ധംറ വരെ. 2008 നവംബറിലാണ് ഇതിനെ ദേശീയ ജലപാത 5 ആക്കി ഉയർത്തിയത്. അടുത്തത് ദേശീയ ജലപാത 6 NW6. ദേശീയ ജലപാത 6 ഭാരത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലഖിംപൂർ, ബങ്ക എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് 121 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത 6. 2013 ജനുവരിയിലാണ് ഇതിനെ ദേശീയ ജലപാതയായി പ്രഖ്യാപിച്ചത്. കേരളത്തിൽ വിജ്ഞാപനം ചെയ്ത മറ്റു ജലപാതകൾ ഏതൊക്കെയാണെന്ന് നമ്മൾക്ക് നോക്കാം. ഒന്നാമത്തേത് NW8 ആലപ്പുഴയും ചങ്ങനാശ്ശേരിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജലപാതയാണ് NW8. ഇതിന്റെ ദൂരം 28 കിലോമീറ്റർ. അടുത്തത് NW9 ആലപ്പുഴ കോട്ടയം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അതിരമ്പുഴ കനാലിലൂടെയുള്ള 38 കിലോമീറ്റർ ജലപാതയാണ് NW9. അടുത്തത് NW13 അല്ലെങ്കിൽ AVM കനാൽ. ഇതിന്റെ നീളം 11 കിലോമീറ്റർ ആണ്. അടുത്തത് NW59. ഇത് കോട്ടയം, വൈക്കം എന്നീ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇതിന്റെ നീളം 28 കിലോമീറ്റർ ആണ്. ഇത് SCRT പോയിന്റ് ആണ്, നമുക്ക് റിവിഷനായിട്ട് എടുക്കാം. അതായത് ദേശീയപാത 1 ഏത് നദിയിലാണ്? ഗംഗാ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് അലഹബാദ്, ഹാൽഡിയ. ഇതിന്റെ ഏകദേശ നീളം 1620 കിലോമീറ്റർ ആണ്. രണ്ടാമത്തേത് ദേശീയ ജലപാത 2 ബ്രഹ്മപുത്ര നദിയിൽ സ്ഥിതി ചെയ്യുന്നു. സാദ്യ മുതൽ ധുബ്രി വരെ. ഇതിന്റെ നീളം 891 കിലോമീറ്റർ ആണ്. അടുത്തത് ദേശീയ ജലപാത 3 കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നു. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാലാണ്. ഇതിന്റെ ആകെ നീളം 205 കിലോമീറ്റർ. അടുത്തത് ദേശീയ ജലപാത 4. ഇത് ഗോദാവരി, കൃഷ്ണ നദികളുമായി ചേർന്ന് കാക്കിനാട മുതൽ പുതുച്ചേരി വരെയുള്ള കനാലാണ്. ഇതിന്റെ ആകെ ദൂരം 1095 കിലോമീറ്റർ. അടുത്തത് ദേശീയ ജലപാത 5 പൂർവതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ. ഇതിന്റെ ആകെ നീളം 623 കിലോമീറ്റർ. നിങ്ങൾക്ക് ക്ലാസുകൾ പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.